ഹലോ ഫ്രണ്ട്സ്, ഷാഡോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 നാടൻ കോഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് കറി വെക്കാനും ഫ്രൈ ചെയ്യാനും വേണ്ടി പോകാം നമ്മൾ. അപ്പോൾ നമ്മളിതിന് ഇപ്പോൾ നമ്മൾ കൊന്നിട്ടിട്ടുണ്ട്. അതിന് നമ്മളൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിതിനെ ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൂടെ ഒന്ന് പറിച്ചെടുക്കാം. നമ്മുടെ ഇതിൻ്റെ ചെറിയ രോമങ്ങളൊക്കെ ഒന്ന് കത്തിച്ച് കളയാൻ വേണ്ടി നമുക്കിന്ന് വക്കിയെടുക്കാം. നമ്മളിതിൻ്റെ അകത്ത് ഇടാൻ വന്ന മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ കോൺഫ്ലവർ ഇട്ടൊന്ന് മിക്സാക്കി ഇട്ട് നമുക്ക് ഇടുക. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെരിഞ്ജീരകം, പിന്നെ കരിയാപ്പില. അപ്പം നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് എണ്ണയിലേക്കൊന്ന് ഇടുകയാണ്. നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇത് അപ്പം നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പം നമ്മൾ ഈ വാർത്തെടുത്ത എണ്ണയിൽ തന്നെ നമ്മൾ കറിക്കുള്ളതും എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളിനി കടുക് ഇടാൻ പോകും. ആദ്യമായിട്ട് അടുത്ത് നമ്മൾ കരിയാപ്പില ഇടാൻ പോവുക. പിന്നെ നമ്മളടുത്ത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാൻ പോവുക. ഇനി പച്ചമുളക് ഇടാൻ പോവുക. അടുത്തിന് നമ്മൾ സവാളയും കൊച്ചുള്ളിയുടെ അരിഞ്ഞ് ഇടാൻ പോവുക. നമുക്കിനി അടുത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തിന് മല്ലിപ്പൊടി, അടുത്തിന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിനി കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കിനി ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഫ്രൈ ചെയ്ത പീസ് നമ്മൾ ഇനി കറിക്കകത്തോട്ടൊന്ന് ഇടാം. അപ്പം നമ്മൾ ഇട്ടിട്ട് ഈ ഗ്രേവി ഒന്ന് ഈ ഫ്രൈ ചെയ്ത പീസിലോട്ട് പിടിക്കാൻ വേണ്ടി നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. നമ്മൾ ചെറിയ തീയിലിട്ട് ഇത് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് ഒരുമാതിരി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് ഇനി ഇതിൻ്റെ അകത്ത് കുരുമുളക് കൂടി ഇടാം. അപ്പം നമ്മുടെ കറിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പവർ ആക്കുക.